الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنهم الله من فضله والله واسع عليم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധമായ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, റെഡിമെയ്ഡ് ജീവിതത്തിൽ പൂർണ്ണമായ ദീനുണ്ടായിത്തീരുമ്പോഴാണ് ആ മനുഷ്യൻ ദുനിയാവിലും കാലാകാലമായ ആഖിറത്തിലും യഥാർത്ഥമായി വിജയിയായിത്തീരുന്നത്. ദീൻ നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാവുക എന്ന് പറഞ്ഞാൽ ചില ക്ലിപ്തമായ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ദീനുണ്ടാവുകയോ ചില ക്ലിപ്തമായ മാസങ്ങൾ, ദിവസങ്ങൾ, സമയങ്ങൾ വരുമ്പോൾ ദീനുണ്ടാവുകയോ ചെയ്യുന്നതിൻ്റെ പേരല്ല. മറിച്ച് ദീൻ നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ മരണം വരെ ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ഉറക്കത്തിന് ഉണർന്നത് മുതൽ ഉറങ്ങാൻ തിരിച്ച് വിരിപ്പിലെത്തുന്നവരെ ബന്ധപ്പെട്ടതാണ്. അടക്കള മുതൽ അന്താരാഷ്ട്രം വരെ, വിവാഹം മുതൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ബന്ധപ്പെട്ടതാണ് ദീൻ എന്നുള്ളത്. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ദീൻ വരുമ്പോഴാണ് യഥാർത്ഥ മുസ്ലിമായി തീരുന്നത്. മാനുഷികമായി നമുക്കുണ്ടാകുന്ന നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ദീനനുസരിച്ചായിത്തീരണം. അതുകൊണ്ടാണ് അല്ലാഹു തആല മനുഷ്യനെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി, മനുഷ്യന് ദീനിയായ ജീവിതത്തിന് മാതൃകയ്ക്ക് വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്തത് മനുഷ്യരിൽ നിന്നുള്ള പ്രവാചകന്മാരെയാണ്. ഒരു നബിയും മലക്കിൽ നിന്നില്ല. എല്ലാ പ്രവാചകന്മാരും മനുഷ്യന്മാരാണ്. കാരണം മാനുഷികമായി മനുഷ്യനുണ്ടാകുന്ന എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അതും പൂർത്തീകരിക്കേണ്ട ഒരു മാതൃകയുണ്ട്. അല്ലാഹു തആല നബിമാരെ മനുഷ്യരാക്കി. എല്ലാ കാര്യത്തിനും അവർ മാതൃകയാണ്. അങ്ങനെ നബിമാർ നമുക്ക് പഠിപ്പിച്ച അവരുടെ ചര്യയിൽ വളരെ പ്രധാനപ്പെട്ട, നാം പിൻപറ്റേണ്ട, നാം മാതൃകയാക്കേണ്ട ഒന്നാണ് വിവാഹം എന്നുള്ളത്. അന്നിക്കാഹു മിൻ സുന്നതി, വിവാഹം നബി തങ്ങൾ പറഞ്ഞു എൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ്. അന്നിക്കാഹു മിൻ സുന്നനിൽ മുർസലീൻ, വിവാഹം അതെല്ലാ പ്രവാചകന്മാരുടെയും സുന്നത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുസ്ലിമീങ്ങളുടെ വിവാഹങ്ങൾ, മുസ്ലിമീങ്ങൾ അവരുടെ മക്കൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ അതെല്ലാം വ്യക്തമായ മാതൃക നമുക്കുണ്ട്. എന്നല്ല, അതിലൂടെ ധാരാളം നന്മകളുണ്ട്, ധാരാളം ഫിത്നകളിൽ നിന്ന് മോചനവുമുണ്ട്. അതുകൊണ്ടാണ് ഹദീസപ്പെട്ട് നമ്മൾ നിക്കാഹിൻ്റെ സദസ്സുകൾ കേൾക്കാറുണ്ട്. ഒരാൾ വിവാഹിതനായി തീരുമ്പോൾ അവൻ ദീനിൻ്റെ 2/3 ഭാഗം പൂർത്തിയാക്കി, അല്ലെങ്കിൽ ദീനിൻ്റെ പകുതി അവൻ പൂർത്തിയാക്കി. കാരണം അതിലൂടെ ധാരാളം തിന്മകളിൽ നിന്നും സുരക്ഷിതനായിത്തീരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു,
എൻ്റെ ജീവിതത്തിന് ഒരു 10 ദിവസമേ ബാക്കിയുള്ളൂ എന്നറിയുകയും എനിക്ക് വിവാഹം കഴിക്കാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്താൽ ഞാൻ തീർച്ചയായും വിവാഹം കഴിക്കുന്നതാണ്. കാരണം അതെന്നെ ഈ 10 ദിവസത്തെ പല ഫിത്നയിൽ നിന്നും എന്നെ സംരക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം ധാരാളമായി വളരെ കൂടുതലായി വിവാഹത്തെ പ്രേരിപ്പിച്ചു. വലിയൊരു ഇബാദത്തായതിൻ്റെ പേരിൽ, അതിൽ ദീനിയായ പ്രയോജനങ്ങളുള്ളതിൻ്റെ പേരിൽ പരിശുദ്ധ ഖുർആൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. വഅൻകിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും ഇൻ യകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലി. മുഅ്മിനീങ്ങളെ, നിങ്ങൾ വിവാഹം കഴിക്കുക. നിങ്ങളുടെ സാമ്പത്തിക കുറവിൻ്റെ പേരിലോ മറ്റു നിങ്ങൾ അതിൽ പിന്തിപ്പോകരുത്. നിങ്ങൾക്ക് സാമ്പത്തിക കുറവുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളെ സമ്പന്നരാക്കും. നിങ്ങളുടെ വിവാഹത്തെ നിങ്ങൾ ബന്ധിപ്പിക്കരുത്. അള്ളാഹു അതിനെ പ്രേരിപ്പിക്കുകയാണ്. വിധങ്ങൾ സഹാബത്തെ വിളിച്ച് പറയുമ്പോൾ, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. യുവാക്കളുടെ സമൂഹമേ, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, കഴിവുണ്ടെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കുക. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ ഹഖ്കുൻ അലല്ലാഹി ഔൻ. 3 വിഭാഗം ജനങ്ങളെ സഹായിക്കൽ അള്ളാഹു അവൻ്റെ കടമയായി ബാധ്യത ഏറ്റെടുത്തിരിക്കുകയാണ്. അതിലൊന്ന് തങ്ങൾ പറഞ്ഞു, തൻ്റെ ജീവിതത്തെ പരിശുദ്ധി ആഗ്രഹിച്ചുകൊണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പുരുഷൻ, അവനെ അള്ളാഹു സഹായിക്കുന്നതാണ്. അപ്പോൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൂടുതൽ തങ്ങൾ പ്രേരിപ്പിച്ചു. എന്ന് മാത്രമല്ല, വിവാഹം അതിന് സമയമായിട്ട് അതിനെ പിന്തിപ്പിക്കുന്നതിനെ തങ്ങൾ തടയുകയും ചെയ്തു. യാ അലി സലാസുൻ ലാ തുഅഖിറുഹാ. അലിയെ 3 കാര്യത്തെ ഒരു കാരണവുമില്ലാതെ ബന്ധിപ്പിക്കരുത്. അതിലൊന്ന് തങ്ങൾ പറഞ്ഞു, നമസ്കാര സമയമായാൽ പിന്നെ ഒരു ബന്ധിക്കരുത്, അത് ഉടനെ നമസ്കരിക്കണം. അതിന് അനാവശ്യമായ ചില ചെറിയ കാരണങ്ങളിൽ നമസ്കാരത്തെ ബന്ധിപ്പിക്കരുത്. അതുപോലെ ഒരു ജനാസ അത് കഫം പൊതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഖബറടക്കിയിരിക്കണം. 3ാമത് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിവാഹപ്രായമായൊരു മകൾ അല്ലെങ്കിൽ മകൻ, ഒരു പുരുഷൻ വിവാഹപ്രായമായാൽ ഉടൻ തന്നെ വേഗത്തിൽ വിവാഹം കഴിച്ചേക്കണം. അതിനെ അനാവശ്യമായ ചെറിയ ചെറിയ കാരണങ്ങളെ പേരിൽ ഒരിക്കലും ബന്ധിപ്പിക്കരുത്. ഒരു കാരണവശാലും അതിന് വേഗത കാണിക്കണം. ഇനി ഒരു യുവാവിൻ്റെ, ഒരു പുരുഷൻ്റെ വിവാഹം പിന്താൻ കാരണം ഒരു പിതാവാണെങ്കിൽ, മാതാപിതാക്കളാണെങ്കിൽ തങ്ങൾ പറഞ്ഞു, ഒരു പുരുഷൻ, ഒരു യുവാവ് മകൻ വിവാഹപ്രായമായി അവനൊരു പിതാവ് വിവാഹം കഴിച്ച് കൊടുക്കുന്നില്ലെങ്കിൽ ഫഇന്നമാ ഇസ്മുഹു അലാ അബീഹി. ആ യുവാവ് ചെയ്യുന്ന മുഴുവൻ തിന്മയും അതിൻ്റെ ഓഹരി മാതാപിതാക്കൾ ലഭിക്കുന്നതാണ്. ഒരു മകൻ പ്രായമായി, വിവാഹത്തിൻ്റെ പ്രായമായി, വാപ്പയാണ് അതിന് തടസ്സം, ഉമ്മയാണ് തടസ്സം, വിവാഹം വെച്ച് കൊടുക്കുന്നില്ല എങ്കിൽ തങ്ങൾ പറയും ഫഇന്നമാ ഇസ്മുഹു അലാ അബീഹി. ആ യുവാവ് ചെയ്യുന്ന മുഴുവൻ തിന്മയുടെയും ഓഹരി മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്നതാണ്. അത്രമാത്രം വേഗത കാണിക്കാൻ പ്രേരിപ്പിച്ചൊരു ഇബാദത്താണ് വിവാഹം എന്നുള്ളത്. കാരണം അതിൽ ധാരാളം നന്മകളുണ്ട്. എന്നാൽ ഇന്ന് പല കാരണത്തിനെ പേരും വിവാഹം ബന്ധിപ്പിക്കുക, അധികവും സാമ്പത്തികമായ കുറവിൻ്റെ പേരിലും അല്ലെങ്കിൽ വിവാഹത്തിലുള്ള സാമ്പത്തികമായ വലിയ ചെലവിൻ്റെ ഭാരവും ചിന്തിച്ചുകൊണ്ട് അനാവശ്യമായി വിവാഹത്തെ ബന്ധിപ്പിക്കും. സത്യത്തിൽ ഇസ്ലാം പഠിപ്പിച്ച വിവാഹം വളരെ ലളിതമാണ്, ഒരു ഭാരവുമില്ലാത്തതാണ്, സാമ്പത്തികമായൊരു ബുദ്ധിമുട്ടുമില്ലാത്തതാണ്. നാമാണ് അതിനെ കീറാമുട്ടിയാക്കി മാറ്റിയത്, ഭാരമാക്കി മാറ്റിയത്, ബുദ്ധിമുട്ടാക്കി മാറ്റിയത്, വിവാഹം ഒരു മുസീബത്താക്കി മാറ്റി നാം തന്നെയാണ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹങ്ങൾ പരിശോധിച്ച് നോക്കി, എത്ര ലളിതമാണ്, എത്ര സുന്ദരമാണ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല വിവാഹങ്ങൾ നടന്നത് യാത്രയിലാണ്. ചരിത്രത്തിൽ കാണാം, ഒരു യാത്രയിൽ വിവാഹത്തിന് എങ്ങനെ തയ്യാറാകാൻ സാധിക്കും. എന്നാൽ തങ്ങളുടെ ചില വിവാഹങ്ങൾ, തങ്ങൾ ചില കുടുംബങ്ങളെ വിവാഹം കഴിച്ച് യാത്രയിലാണ്. തങ്ങൾ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ ഇത്രയും ലളിതമായ ഒരു അമലാണ്, ഒരു ഇബാദത്താണ് വിവാഹം എന്നുള്ളത്. ഐഷ റളിയല്ലാഹു അൻഹ പറയൂ, എൻ്റെ വിവാഹം നടന്നു, അതിന് വലിയ ചിലവൊന്നും ഉണ്ടായിരുന്നില്ല, ആടിന് അറുത്തില്ല, വലിയ ചിലവൊന്നും ഉണ്ടായിരുന്നില്ല. സഅദ് ബിൻ ഉബാദ എന്ന കുടുംബത്തിൽ കൊണ്ടുവന്ന പാല് അത് വിതരണം ചെയ്തു. ചില കുടുംബത്തിൻ്റെ വിവാഹങ്ങൾ തങ്ങൾ അല്പം കാരക്ക വിതരണം ചെയ്തു. ആ സദസ്സിൽ ഉണ്ടായിരുന്ന സഹാബാക്കളെ പ്രത്യേകമായൊരു ക്ഷണമോ ആൾക്കൂട്ടമോ ഇല്ലാതെ ആ സദസ്സിൽ അല്പം ഭക്ഷണം വിതരണം ചെയ്തു. ചില വിവാഹങ്ങളിൽ അല്പം മാംസവും ഭക്ഷണം വിതരണം ചെയ്തു. എന്നാൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ വിവാഹങ്ങളും വളരെ ലളിതമായിരുന്നു, വളരെ സുന്ദരമായിരുന്നു. സഹാബാക്കളുടെ അവരുടെ വിവാഹങ്ങൾ നോക്കി, ഈ ഉമ്മത്തിൻ്റെ മാതൃകാ പുരുഷന്മാരാണ്, ഈ ഉമ്മത്തിലെ 1ാം സഫുകാരാണ്, ഖിയാമത്ത് നാൾ വരെ മുസ്ലിമീങ്ങൾക്ക് മാതൃകയാണ്. അവരും വിവാഹം കഴിച്ചവരാണ്, അവരവരെ മക്കൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. പക്ഷെ അത് മാതൃകാ യോഗ്യമാണ്, പിൻപറ്റപ്പെടേണ്ടതാണ്.
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാനപ്പെട്ട സഹാബി, എപ്പോഴും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സഹാബി ജാബിർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം വിവാഹിതനായി. വിവാഹത്തിന് ശേഷം തങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വസ്ത്രത്തിൽ സുഗന്ധം പുരട്ടിയ അവസ്ഥ കണ്ടപ്പോൾ തങ്ങൾ ചോദിച്ചു, ജാബിറെ, നീ വിവാഹം കഴിച്ചു? അതേ നബി, ഞാൻ വിവാഹം കഴിച്ചു. തങ്ങളുടെ പ്രധാനപ്പെട്ട സഹാബിയാണ്, പക്ഷേ തങ്ങൾ അറിഞ്ഞിട്ടില്ല അദ്ദേഹം വിവാഹം കഴിച്ചത്. തങ്ങൾ ചോദിച്ചു, ജാബിറെ, നീ ഒരു ബിക്രിനെ, കന്യകയായ സ്ത്രീയാണോ, അതല്ലേ വിവാഹം കഴിഞ്ഞൊരു സ്ത്രീയാണ് വിവാഹം കഴിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ വിവാഹം ഒരു പ്രാവശ്യം കഴിഞ്ഞൊരു സ്ത്രീ വിവാഹം കഴിച്ചു. അത് എന്തുകൊണ്ടാണ്? എനിക്ക് എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി. എനിക്ക് ധാരാളം സഹോദരിമാരുണ്ടാൽ, അവർ പ്രായത്തിൽ ചെറുതാണ്, അവർക്കൊരു സഹായം കൂടി ആകട്ടെ എന്ന ചിന്തയിലാണ് ഞാൻ വിവാഹം ഒരു പ്രാവശ്യം കഴിഞ്ഞ സ്ത്രീ വിവാഹം കഴിച്ചു എന്ന് അദ്ദേഹം പറയുന്നത്. വളരെ ലളിതമായി പ്രധാനപ്പെട്ട സഹാബി, അദ്ദേഹം വിവാഹം തങ്ങൾ അറിഞ്ഞിട്ടില്ല. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു ഞങ്ങളുടെ പ്രധാനപ്പെട്ട അശറത്തുൽ മുബശ്ശറയിൽപ്പെട്ട സഹാബിയാണ്. ചില സന്ദർഭങ്ങളിൽ യാത്രയിൽ നബിതങ്ങൾക്ക് ഇമാമായി നിന്ന സഹാബിയാണ്. സഹാബാക്കൾ സമ്പന്നനായ സഹാബിയാണ്. അദ്ദേഹം വിചാരിക്കുകയായിരുന്നെങ്കിൽ തങ്ങൾക്ക് വേണ്ടി ആ വിവാഹത്തിൽ എത്രയെല്ലാം സമ്പത്ത് ചെലവഴിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ വിവാഹം ഹബീബായ തങ്ങൾ അറിഞ്ഞില്ല. മദീന ചെറിയൊരു ഗ്രാമം, വലിയ മലകൾക്കിടയിലെ ചെറിയൊരു ഗ്രാമം. ആ നാട്ടിൽ വിവാഹം കഴിഞ്ഞാൽ നിബിതങ്ങൾ തീർച്ചയായും അറിയേണ്ടതാണ്. തങ്ങളുടെ പ്രധാനപ്പെട്ട സഹാബിയുടെ വിവാഹം ഹബീബായ തങ്ങൾ അറിഞ്ഞില്ല. അത്രയും ലളിതമായതായിരുന്നു. സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി തആല അലൈഹി താബിഈങ്ങളിൽ സഹാബാക്കൾ ശേഷം വന്ന സമൂഹത്തിൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. അദ്ദേഹത്തിൻ്റെ സദസ്സിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ശിഷ്യൻ ദിവസങ്ങളായി കാണാതായി. അദ്ദേഹം അന്വേഷിച്ചു. പിന്നെ അദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചു, നിന്നെ കുറച്ച് ദിവസങ്ങൾ കണ്ടില്ല, എന്ത് സംഭവിച്ചു? അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, എൻ്റെ ഭാര്യ മരണപ്പെട്ടു പോയി. ഒരു കാലഘട്ടത്തിൽ ഇൽമു പഠിക്കുന്ന വിഷയത്തിൽ അത്രയും പ്രാധാന്യമുണ്ടായിരുന്നു. വിവാഹം കഴിച്ചവരും ദീൻ പഠിക്കാൻ പള്ളിയിൽ വരുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യ മരണപ്പെട്ടു പോയി. ഉസ്താദ് ചോദിച്ചു, നിനക്ക് എൻ്റെ മകളെ ഞാൻ വിവാഹം കഴിച്ചു തരട്ടെ? സഈദ് ബിൻ മുസയ്യിബ്, ആ നാട്ടിലെ മദീനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതൻ, അദ്ദേഹം തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. രാത്രിയായി മഗ്‌രിബിന് ശേഷം ശിഷ്യൻ പറയുന്നു, എൻ്റെ വീടിന് വാതിൽക്കൽ മുട്ടി. ഞാൻ ചോദിച്ചു, ആരാണ്? ഒരു സഈദാണ്. അദ്ദേഹം പറയുന്ന മനസ്സിൽ എൻ്റെ പല സ്നേഹിതന്മാരെയും സഈദ് ആരെയും ഓർമ്മ വന്നു. പക്ഷെ ഒരിക്കലും എൻ്റെ ഉസ്താദ് ഈ സമയത്ത് വീട്ടിൽ വരുമെന്ന് ചിന്തിച്ചില്ല. കാരണം അദ്ദേഹം മഗ്‌രിബ് ഇശാന്റെ ഇടയിൽ ഒന്നുകിൽ മദീന പള്ളിയിലോ ദറസിലോ ആയിരിക്കും, മറ്റൊരു സ്ഥലത്തും അദ്ദേഹത്തെ കാണുകയില്ല. ഞാൻ വാതിൽ തുറന്നപ്പോൾ എൻ്റെ ഉസ്താദാണ്. അദ്ദേഹം തൻ്റെ മകളുമായി വന്നിരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞല്ലോ, നീ ഒറ്റ കഴിയണ്ട, മകളെ പറഞ്ഞയച്ചെൻ്റെ വീട്ടിലേക്ക്. സരുമാരെ, ഇത്ര ലളിതമാണ് വിവാഹം എന്നുള്ളത്. രണ്ട്, അദ്ദേഹത്തിൻ്റെ ഈ ചരിത്രമുള്ള പാഠം, ആ കാലഘട്ടത്തിലെ രാജാവ് തൻ്റെ മകൾക്ക് വേണ്ടി സഈദ് ബിൻ മുസയ്യിബിനോട് തൻ്റെ മകളെ ചോദിച്ചിരുന്നു. ആ കാലഘട്ടത്തിലെ ഭരണാധികാരി തൻ്റെ മകന് വിവാഹം കഴിക്കാൻ വേണ്ടി സഈദ് ബിൻ മുസയ്യിബിൻ്റെ മകളെ വിവാഹം കഴിക്കാൻ ആലോചന നടത്തി. അവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കാതെ പാവപ്പെട്ട തൻ്റെ ഒരു ശിഷ്യന് വിവാഹം കഴിച്ചു കൊടുത്തു. ഒരു കാലഘട്ടത്തിൽ മക്കളെ വിവാഹം അയച്ചേക്കുമ്പോൾ വാപ്പമാർ നോക്കിയിരുന്നത് മകൻ്റെ സമ്പത്തോ അല്ലെങ്കിൽ പെൺവീട്ടുകാരുടെ സമ്പത്തോ അല്ല, മറിച്ച് അവരുടെ ധീരനെയാണ്. രാജാവിൻ്റെ മകൻ വിവാഹം ചോദിച്ചിട്ട് കൊടുക്കാതെ തൻ്റെ ശിഷ്യനായ സ്ഥിരമായി ദർസിൽ പങ്കെടുക്കുന്ന ദീനുള്ള ഒരു ചെറുപ്പക്കാരന് സഈദ് ബിൻ മുസയ്യിബ് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. ഒരു കാലഘട്ടത്തിൽ വിവാഹത്തിൻ്റെ മാനദണ്ഡം ദീൻ മാത്രമായിരുന്നു. വേറൊന്നും നോക്കിയിരുന്നില്ല. ഉമർ റളിയല്ലാഹു തആല രാത്രി കാലങ്ങളിൽ ജനങ്ങളുടെ അവസ്ഥ അറിയാൻ വേണ്ടി ചുറ്റി നടക്കുകയാണ്. അപ്പോൾ ഒരു ഉമ്മ മകളോട് പറയുന്നു, മോളെ, ഇന്ന് പാല് കറന്നപ്പോൾ അത് കുറവാണ്, അല്പം നീ വെള്ളം ചേർക്കും. മകൾ പറയുന്നു, ഉമ്മ, ഖലീഫ ഉമറാണ്, ഉമർ അറിഞ്ഞാൽ പ്രശ്നമാകും. ഇല്ല മോളെ, ഈ രാത്രി ഖലീഫ എങ്ങനെ അറിയാൻ? ഇതെല്ലാം പുറത്തുനിന്ന് ഉമർ റളിയല്ലാഹു തആല കേൾക്കുകയാണ്. നീ അല്പം വെള്ളം ചേർക്കും മോളെ. പറഞ്ഞു, ഇല്ല ഉമ്മ, ഖലീഫ അറിഞ്ഞാൽ പ്രശ്നമാകും. വീണ്ടും ഉമ്മ നിർബന്ധിച്ചപ്പോൾ ആ മകൾ പറഞ്ഞു, ശരിയാണ് ഉമ്മ, ഖലീഫ അറിയുകയില്ല, പക്ഷേ അള്ളാഹു കാണുകയില്ല, അള്ളാഹു അറിയുന്നില്ലേ? ആ കാലഘട്ടത്തിൽ ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ട, ഒരിക്കലും പാൽ വെള്ളം ചേർക്കുകയില്ല. മകളെ ഉമ്മ ഒന്ന് പരീക്ഷിച്ചതാണ്, എൻ്റെ മകളുടെ ഈമാന്റെ അവസ്ഥ എന്താണ്. ഉമർ റളിയല്ലാഹു തആല ഇത് കേട്ടപ്പോൾ, ഒരു മകളുടെ ഈമാനിയായ, ഒരു സ്ത്രീയുടെ, ഒരു പെൺകുട്ടിയുടെ ഈമാനിയായ അവസ്ഥ അള്ളാഹു അറിയുകയില്ലേ? ഉടൻ തന്നെ വീട്ടിൽ വന്നപ്പോൾ ആ വീടൊന്ന് നോട്ട് ചെയ്തു. തൻ്റെ മകൻ നാഫിനോട് പറഞ്ഞു, മോനെ, എനിക്ക് വിവാഹപ്രായമായല്ലോ, ഞാൻ നല്ലൊരു സ്ത്രീയെ കണ്ടെത്തിയിട്ടുണ്ട്. നാഫി റഹിമഹുല്ലാഹ് അദ്ദേഹം തയ്യാറായി. ഉടനെ വിവാഹം കഴിച്ചു കൊടുത്തു. അവരിൽ നിന്നും ജനിച്ചതാണ് അവരുടെ പരമ്പരയിൽ വന്നതാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന വലിയ മഹാൻ.
ദീനിനെ നോക്കി മക്കളെ വിവാഹം കഴിച്ചു കൊടുത്താൽ അവരുടെ പരമ്പരകൾ സാലിഹ്യങ്ങളായി മാറും. അവരുടെ പരമ്പരകൾ സാലിഹ്യങ്ങളായി മാറും. അബ്ദുല്ലാഹ് മുബാറക് റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ വാപ്പ ഒരു വലിയ സമ്പന്നന്റെ തോട്ടത്തിലെ ജോലിക്കാരനായിരുന്നു. മുതലാളി വന്ന ഒരു ദിവസം പഴം പറിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു കഴിക്കാൻ വേണ്ടി. അദ്ദേഹം ജോലിക്കാരനാണ്, ചെറുപ്പക്കാരനാണ്. പഴം പറിച്ചുകൊണ്ട് കൊടുത്തു കഴിക്കാൻ വേണ്ടി. പക്ഷെ അത് പൊട്ടിച്ച് നോക്കുമ്പോൾ അത് പച്ചയാണ്, അത് പഴുത്തിട്ടില്ല. വീണ്ടും മറ്റൊന്ന് പറിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അത് മറ്റൊന്ന് പറിച്ചുകൊണ്ട് വന്നു. അത് വീണ്ടും അത് പൊട്ടിച്ചപ്പോൾ അത് പച്ചയാണ്. പല പ്രാവശ്യം പച്ച തന്നെ വന്നപ്പോൾ ചോദിച്ചു, നീ എത്ര നാളെ ഇവിടെ ജോലി ചെയ്യുന്നു? പഴുത്ത തിരിച്ചറിയയില്ലേ? ഞാൻ എങ്ങനെ അറിയാനാണ്? ഞാനിവിടെ ജോലി ചെയ്തു, പക്ഷെ ഇതുവരെ ഇവിടുന്ന് കഴിച്ചിട്ടില്ല. എന്നെ നിങ്ങൾ ജോലിയാണ് ഏൽപ്പിച്ചത്, ഒരു പഴം പോലും ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ടില്ല. ആ മുതലാളി അദ്ദേഹം ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലെ തഖ്വ കണ്ടു മറിഞ്ഞപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ മകളെ വിവാഹം കഴിച്ചു. അവരിൽ നിന്ന് ജനിച്ചതാണ് ലോകത്തെ പിൽക്കാലത്ത് അറിയപ്പെടുന്ന അബ്ദുല്ലാഹ് ഇബ്നു മുബാറക്, ഇമാമുൽ ഹദീസിന്റെ പണ്ഡിതനായ അബ്ദുല്ലാഹ് മുബാറക്. ഇവരുടെ ദമ്പതികൾ ജനിച്ചതാണ്. മക്കൾക്ക് ദീൻ നോക്കി വിവാഹം കഴിച്ചു കൊടുത്താൽ തലമുറകൾ സാലിഹ്യങ്ങളും ഔലിയാക്കളും ലോകത്ത് ദീനുള്ളവരും നിലയിലുണ്ടാകാൻ കാരണമായി തീരും. സഈദ് ഇബ്നു മുസയ്യിബിന്റെ അദ്ദേഹം തന്നെ മകളെ വിവാഹം കഴിച്ചതിൽ 2 ഗുണപാഠങ്ങളുണ്ട്. ഒന്ന്, എത്ര ലളിതമായിരുന്നു, ഒരൊച്ചപ്പാടുമില്ല, വലിയ സാമ്പത്തിക ഭാരമില്ല. 2, ദീനിനെ നോക്കി വിവാഹം കഴിച്ചു. ഒരു കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ അവരുടെ വിവാഹങ്ങൾ വളരെ ലളിതമായി നടത്തി. വിധങ്ങൾ കാണിച്ച സുന്നത്തനുസരിച്ച് നടത്തി. ആ വിവാഹങ്ങൾ ദൂർത്തുണ്ടായിരുന്നില്ല. ആഡംബരങ്ങളോ വലിയ ഒച്ചപ്പാടുകളോ ശബ്ദകോലാഹലങ്ങളോ വലിയ മോശത്തരങ്ങളുള്ള ഇല്ലാതെ ഇബാദത്ത് പോലെ അവർ വിവാഹങ്ങൾ നടന്നു. അല്പമെങ്കിലും അതിൻ്റെ രീതി സുന്നത്തിൽ നിന്ന് മാറിയാൽ അവർ അതിനെ തടയുകയും ചെയ്തു. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഖിന്ദ എന്ന നാട്ടിൽ വെച്ച് അദ്ദേഹത്തിന് വിവാഹം നടന്നു. അദ്ദേഹം ആദ്യത്തെ രാത്രി തൻ്റെ ഭാര്യയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വീടെല്ലാം ഇങ്ങനെ വസ്ത്രമിട്ട് മൂടി അലങ്കരിച്ചിരിക്കും. അദ്ദേഹം ചോദിച്ചു, ഇതെന്താണ്? കഅബ മക്കയിൽ നിന്നും ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നതാണ്, ഇതെന്തായി കാണുന്നത്? പറഞ്ഞു, വിവാഹതര ദിവസമല്ലേ, നിങ്ങൾക്ക് വേണ്ടി അലങ്കരിച്ചത്. അദ്ദേഹം ഇതെല്ലാം അയച്ചു മാറ്റാൻ പറഞ്ഞു. എന്റെ ഖലീൽ, എന്റെ ഹബീബായ തങ്ങൾ ഇങ്ങനെയൊന്നും എന്നോട് വസീയത്ത് ചെയ്തിട്ടില്ല. വിവാഹത്തിന്റെ പേരിൽ ആർഭാടങ്ങളോ അലങ്കാരങ്ങളോ എന്റെ ഹബീബായ തങ്ങൾ കൽപ്പിച്ചിട്ടില്ല. എന്റെ ഹബീബായ തങ്ങൾ ഇഷ്ടപ്പെടുകയില്ല എന്ന് പറയുകയും അതിനെല്ലാം അടിച്ചു മാറ്റാൻ പറയുകയും ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അടുക്കൽ വന്ന് ആ സ്ത്രീയുടെ തലയിൽ കൈവച്ച് ദുആ ചെയ്യുകയും 2 പേരും 2 റക്അത്ത് നമസ്കരിച്ച് ദുആ ചെയ്യും. അവരുടെ കുടുംബജീവിതം ആരംഭിക്കുകയും ചെയ്തു. എത്ര ലളിതമാണ് ഇസ്ലാമിന്റെ വിവാഹം, എത്ര ലളിതമാണ്, എത്ര സുന്ദരമാണ്. സാലിം ഇബ്നു റളിയല്ലാഹു തആല മകൻ സാലിം പറയുന്നു, എൻ്റെ വിവാഹം നടന്നു, എൻ്റെ ഉപ്പ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ചില സഹാബാക്കളെല്ലാം വിളിച്ചു. ആ കൂട്ടത്തിൽ അബൂ അയ്യൂബ് റളിയല്ലാഹു തആല വിവാഹത്തിന് വന്നു. എൻ്റെ വീടിൻ്റെ ഭിത്തിയെല്ലാം അല്പം സ്ത്രീകൾ തുണിയിട്ട് അലങ്കരിച്ചിരുന്നു. വീട്ടിൻ്റെ ഭിത്തിയെല്ലാം തുണിയിട്ട് അലങ്കരിച്ചത് കണ്ടപ്പോൾ അബൂ അയ്യൂബ് റളിയല്ലാഹു തആല കണ്ടപ്പോൾ ചോദിച്ചു, അദ്ദേഹം വീടിൻ്റെ വെളിയിൽ നിന്നു, ഇതെന്താണ് ഈ കാണുന്നത്? ഹബീബായ തങ്ങൾ കൽപ്പിക്കാത്ത കാര്യമല്ലേ, ഞാനൊരിക്കലും പ്രവേശിക്കുകയില്ല എന്ന് പറയുകയും അദ്ദേഹം അതിനെ തടയുകയും ചെയ്തു. സഹോദരന്മാരെ, ആ കാലഘട്ടത്തിൽ അവർ കാണിച്ച അലങ്കാരം എന്ന് പറഞ്ഞാൽ എത്ര ചുരുങ്ങിയതായിരിക്കും. പക്ഷെ അതുപോലും നബി തങ്ങളുടെ സുന്നത്തിന് ഖിലാഫായി ഒരല്പം മാറിയപ്പോൾ പോലും സഹാബാക്കൾ തടഞ്ഞു. ഇത് നബി തങ്ങൾ തടഞ്ഞ കാര്യമാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഖുറത്ത് റളിയല്ലാഹു തആല അൻഹു ഹിംസിലെ ഭരണാധികാരി, ഉമർ റളിയല്ലാഹു തആല കീഴിൽ ഹിംസിൽ ഭരണാധികാരി നിൽക്കുമ്പോൾ രാത്രി സമയത്ത് അദ്ദേഹം ഇങ്ങനെ ചുറ്റി നടക്കുമ്പോൾ ജനങ്ങൾ അവസരം വേണ്ടി അപ്പോൾ ഒരു വിവാഹം ഒരു നാട്ടിൽ നടക്കുന്നു. ഒരു ഗല്ലിയിൽ, ഒരു ഗ്രാമത്തിൽ വിവാഹം നടക്കുന്നു. നോക്കുമ്പോൾ വരനെ കൊണ്ടുപോകുന്നു. അതിന്റെ മുന്നിൽ അല്പം തീ കത്തിച്ച് ആനയിച്ചു കൊണ്ടുപോകുന്നു. അബ്ദുല്ലാഹിനെ ഖുറത്ത് റളിയല്ലാഹു തആല തന്റെ ചാട്ടവാറൂരി ആ സമൂഹത്തെ മുഴുവൻ അടിച്ചോടിക്കുകയുണ്ടായി. എന്നിട്ട് പിറ്റേ ദിവസം അദ്ദേഹം മിമ്പറിൽ കയറി ജനങ്ങൾ ഒരുമിച്ച് കൂട്ടി പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി വിവാഹം കണ്ടു, അള്ളാഹുവിന്റെ ശാപം ഇറങ്ങുന്ന വിവാഹമായിരുന്നു, കുഫാറിന്റെ വിവാഹത്തോട് സാദൃശ്യമായ വിവാഹമായിരുന്നു പറയും. അദ്ദേഹം ആ സമൂഹത്തെ ഉണർത്തുകയും ചെയ്തു. സുഹൃത്തുക്കളെ, ആ കാലഘട്ടത്തിൽ അവർ കാണിച്ചത് ഇന്നത്തെ രീതി അനുസരിച്ച് എത്ര ചുരുങ്ങിയ കാര്യമായിരിക്കും. പക്ഷെ അതുപോലും ചെറിയൊരു മാറ്റം പോലും വിവാഹത്തിൽ അല്പം പോലും നബി തങ്ങളുടെ സുന്നത്തിന് മാറുന്നതിന് സഹാബാക്കൾ തടഞ്ഞു. എന്തുകൊണ്ടാണ്? കാരണം വിവാഹം ഒരു ഇബാദത്താണ്. അത് നമ്മുടെ ഇഷ്ടപ്രകാരം നടത്താനുള്ളതല്ല. നമ്മുടെ ഇഷ്ടപ്രകാരം ചെറുക്കൻ്റെ കുടുംബക്കാരും അല്ലെങ്കിൽ ചെറുക്കൻ്റെ കൂട്ടുകാരും ആഗ്രഹിക്കുന്ന പോലെ തോന്നിവാസം നടത്താനുള്ളതല്ല വിവാഹം. വിവാഹം ഒരു ഇബാദത്താണ്. അതിന് മാതൃകയുണ്ട്. അതിനൊരൽപ്പം മാറിയപ്പോൾ സഹാബാക്കൾ അതിനെ തടഞ്ഞുവെങ്കിൽ ഇത് നാം എത്ര ഉണരേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ വിവാഹങ്ങൾ അതിന് സുന്നത്തുണ്ട്, അതിന് മാതൃകയുണ്ട്.
അത് സുന്നത്തായി നടത്തപ്പെട്ടാൽ അതിൻ്റെ പ്രയോജനമുണ്ടാകും, അതിൽ ഐശ്വര്യമുണ്ടാകും, അതിൽ പരസ്പരം സ്നേഹവും യോജിപ്പും ബർക്കത്തും ഉണ്ടാകും. എപ്പോൾ നമ്മുടെ വിവാഹങ്ങൾ സുന്നത്തിന് ഇല്ലാതാകുന്നു, സുന്നത്തിന് എതിരാകുന്നു, ആ വിവാഹങ്ങൾ വെറുപ്പിൻ്റെയും അകൽച്ചയുടെയും വലിയ ദുഃഖത്തിൻ്റെയും കാരണമായിത്തീരും. വിവാഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് ആ വിവാഹത്തിൽ വലിയ തങ്ങൾ പങ്കെടുക്കലോ വലിയ വലിയ പണ്ഡിതന്മാർ പങ്കെടുക്കലോ വലിയ വലിയ ദ്വാകൾ നടക്കലല്ല. നിക്കാഹിന്റെ വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് ആ വിവാഹം ലളിതമായി നടക്കില്ല. വലിയ തങ്ങൾ പങ്കെടുത്ത നിക്കാഹായിരുന്നു, വലിയ നാട്ടിലെ പണ്ഡിതന്മാർ ധാരാളം പങ്കെടുത്ത നിക്കാഹായിരുന്നു. അതിന്റെ പേരിലൊന്നും നിക്കാഹിൽ വിവാഹത്തിൽ ഐശ്വര്യമോ ബറക്കത്ത് ഉണ്ടാവുകയില്ല. ബറക്കത്തിന്റെ അടിസ്ഥാനം സുന്നത്തായി നടക്കലാണ്. ഞങ്ങൾ പറഞ്ഞു വിവാഹം അതിലെ ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അത് ലളിതമായി നടക്കലാണ്. ലളിതമായി നടക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കേണ്ട എന്നല്ല, അതിന് മാതൃകയുണ്ട്, അതിന് സുന്നത്തായ രീതിയുണ്ട്. ഇസ്ലാമിന് ദീനിന്റെ വിരുദ്ധമായ കാര്യങ്ങൾ നടപ്പിലാകാതെ വളരെ ഭംഗിയായി നടക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് നിക്കാഹ് കൊണ്ട് കിട്ടേണ്ട പ്രയോജനം ഉമ്മത്ത് ലഭിക്കാത്ത? ഓരോ അമലിനും അതിൻ്റെതായ ഒരു ഹാസിയത്ത്, ഒരു പ്രയോജനം, ഒരു പ്രത്യേകതയുണ്ട്. നോമ്പിന് അതിൻ്റെ പ്രത്യേകത, ഹജ്ജിന് അതിൻ്റെതായ പ്രത്യേകത, നമസ്കാരത്തിന് ഓരോ അമലിനും അതിൻ്റെതായ പ്രത്യേകതകൾ. ഇതുപോലെ നിക്കാഹിന് അതിൻ്റെതായ ഒരു ഗുണമുണ്ട്. നബി തങ്ങൾ പറഞ്ഞു നിക്കാഹിന്റെ പ്രയോജനം അതിൽ കൂടി കണ്ണിനെ സൂക്ഷിക്കാൻ സാധിക്കും, വ്യഭിചാരത്തെ സൂക്ഷിക്കാൻ സാധിക്കും. സഹോദരന്മാരെ, ഇന്ന് നിക്കാഹ് നടക്കുന്നു, പക്ഷെ കണ്ണിനെ സൂക്ഷിക്കാൻ സാധിക്കുന്നില്ല. വ്യഭിചാരം ഇല്ലാതായി തീരുന്നില്ല. കാരണം എന്താണ്? അത് സുന്നത്തായി നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ നിക്കാഹുകൾ, വിവാഹത്തിന്റെ സമയമാണ്. വിവാഹങ്ങൾ അത് സുന്നത്തായ രീതിയിൽ നടക്കുന്ന അവസ്ഥ ഉണ്ടാകണം. നാം എല്ലാവരും തൃപ്തിപ്പെടുത്തും. വിവാഹത്തിന് പെണ്ണിന്റെ വീട്ടുകാരെ തൃപ്തിപ്പെടുത്തും, ഉമ്മയുടെ വീട്ടുകാരെ തൃപ്തിപ്പെടുത്തും, ഭാര്യയുടെ വീട്ടുകാരെ എല്ലാവരും തൃപ്തിപ്പെടുത്തും. അള്ളാഹുവിനെയും റസൂലിനെയും അതിർത്തനാക്കും. വിവാഹത്തിൽ എല്ലാവരെയും പങ്കെടുപ്പിക്കും. പിണങ്ങി നിൽക്കുന്നവരെ ക്ഷണിച്ച് പങ്കെടുപ്പിക്കും, അകന്നവരെയും പങ്കെടുപ്പിക്കും, യാത്ര ചെയ്ത് ദൂരത്തുള്ളവരെ ക്ഷണിച്ച് പങ്കെടുപ്പിക്കും. പക്ഷെ രണ്ടുപേരെ പങ്കെടുപ്പിക്കുകയില്ല, അള്ളാഹുവിനെ റസൂലിനെയും പങ്കെടുപ്പിക്കുകയില്ല. ബാക്കി എല്ലാവരെയും അള്ളാഹും റസൂലും പങ്കെടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് വിവാഹങ്ങൾ അതിൽ ഐശ്വര്യങ്ങൾ ഇഷ്ടപ്പെട്ടു പോയി. സഹോദരന്മാരെ, അള്ളാഹുവിനെ വെറുപ്പിച്ച അവസ്ഥയിലാണ് നമ്മൾ വിവാഹം നടക്കുന്നെങ്കിൽ ആരെ തൃപ്തിപ്പെടുത്തിയിട്ടും കാര്യമില്ല. തീർച്ചയായും നമ്മൾ തൃപ്തിപ്പെടുത്തിയവരും നമ്മളെ വെറുക്കാൻ കാരണമാകും. അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. അള്ളാഹുവിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ സ്നേഹവും ഇഷ്ടവും ഇടുന്നു. രണ്ടാമത്തെ കാര്യം, അങ്ങനെയുള്ള വിവാഹങ്ങളുടെ പര്യവസാനം ദുഃഖത്തിലും ഖേദത്തിലുമായിരിക്കും. ചിന്തിച്ചു നോക്കി, പഠിച്ചു നോക്കി. അങ്ങനെ ആർഭാടത്തിലും താന്തോന്നിവാസം നടന്ന വിവാഹങ്ങൾ അതിൻ്റെ എല്ലാം അവസാനം എവിടെ എത്തിയെന്ന് പഠിച്ചു നോക്കി. അതുകൊണ്ട് വിവാഹങ്ങൾ അതിന് വ്യക്തമായ ഇസ്ലാമികമായ മാർഗമുണ്ട്, രീതിയുണ്ട്. ആ നിലയിൽ നമ്മുടെ വിവാഹങ്ങൾ നടക്കണം. ഇന്ന് ഉമ്മത്തിന്റെ വിവാഹങ്ങൾ അത് എല്ലാവിധ അതിരും കടന്നു, എല്ലാവിധ അനാചാരം ഒന്ന് ചേർന്നു. ഓരോ വർഷവും പുതിയത് വരികയാണ്. ഒരു മനുഷ്യന്റെ സാമ്പത്തിക കൊഴുപ്പും പെരുപ്പവും വലിപ്പവും കാണിക്കാനുള്ള ഒരു അമലായി മാറി, ഒന്നായി മാറി. എന്നല്ല, ചിലർ കടം വാങ്ങിച്ചു പലിശക്കെടുത്ത് വിവാഹങ്ങൾ പൊളിക്കുകയാണ്. ഒരു സ്ത്രീയുടെ സൗന്ദര്യ പ്രകടന സ്ഥലമായി മാറി വിവാഹങ്ങൾ. ആണും പെണ്ണും അടിഞ്ഞാടുന്ന സ്ഥലങ്ങളായി. ഇസ്ലാം നിരോധിച്ച മ്യൂസിക്കും ഡാൻസും കുത്തും പാട്ടും എല്ലാം നടക്കുന്ന ഒരു സ്ഥലമായി മാറി. എത്ര ഉന്നതമായ ഒരു ഇബാദത്താണ്. അതിനങ്ങ് നശിപ്പിച്ചു, ഒരു മുസീബത്ത് പോലെയാക്കി മാറ്റി. അതുകൊണ്ട് നമ്മുടെ വിവാഹങ്ങൾ അത് പരിശുദ്ധമായി മാറണം, അത് സുന്നത്തിന്റെ രീതിയിൽ നടക്കണം. അതിന് വിവാഹം കഴിക്കാനുള്ള പുരുഷന്മാർ, യുവാക്കൾ തീരുമാനമെടുക്കണം. എൻ്റെ വിവാഹത്തിൽ ഒരിക്കലും ഒരു അനാവശ്യമായ പ്രവർത്തനം ഉണ്ടാവുകയില്ല. ഇസ്ലാം നിരോധിച്ചൊന്നും ഉണ്ടാവുകയില്ല. മക്കളെ വിവാഹം കഴിക്കാനുള്ള വാപ്പമാർ തീരുമാനിക്കണം. എൻ്റെ മകളുടെ വിവാഹത്തിൽ ഒരു ഇസ്ലാമിനെതിരായി നടപ്പിലാക്കുകയില്ല. അതുകൊണ്ട് മുഴുവൻ പൊതുജനങ്ങളും മുസ്ലിം ഉമ്മത്തും മുസ്ലിമുകളുടെ വിവാഹങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ട കാലഘട്ടമായി. മറ്റു മതക്കാർ പോലും മൂക്കത്ത് കൈവെക്കുന്ന അവസ്ഥയിൽ ഉമ്മത്തിന്റെ വിവാഹങ്ങൾ എല്ലാവിധ തോന്നിവാസം നടക്കുന്ന അവസ്ഥയായി മാറി. അതുകൊണ്ട് നാം തടയേണ്ട സ്ഥലത്ത് തടയണം. പള്ളിയിലെ കമ്മിറ്റിക്കാർ, മഹല്ലുകാർ, അതുപോലെ കഴിവുള്ളവർ, വാപ്പമാർ, സഹോദരന്മാർ, മാമമാർ, കഴിവുള്ളവർ തടയേണ്ട സ്ഥലത്ത് തന്നെ കഴിവിനെ ഉപയോഗിച്ച് തടയണം. ഇല്ലെങ്കിൽ അള്ളാഹുവിൽ മറുപടി പറയേണ്ടി വരും. തിന്മകളായിട്ട് അതിനെ തടയാൻ കഴിവുണ്ടായിട്ടും തടഞ്ഞില്ല എങ്കിൽ നാളെ അള്ളാഹുവിൽ മറുപടി പറയേണ്ടി വരും. അള്ളാഹു ഇറക്കുന്ന അലാബിൽ എല്ലാവരും ഒരുപോലെ പങ്കാളികളാകും. തന്റെ മുന്നിൽ അനാവശ്യങ്ങൾ നടക്കുമ്പോൾ ഇത് പാടില്ല എന്ന് പറയാൻ കഴിവുണ്ടായിട്ടും മനഃപൂർവ്വം അതിൽ കൂട്ടുനിന്നാൽ നാളെ അള്ളാഹു നമ്മൾ സമാധാനം പറയേണ്ടി വരും. അള്ളാഹു ഈ ലോകത്തിറക്കുന്ന അലാബിൽ മുഴുവൻ ആളും ഒരുപോലെ പങ്കാളിയാവുകയും ചെയ്യും. യൂഷ ബിൻ നൂൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മേൽ അല്ലാഹു തആല വഹി ഇറക്കി, യൂഷ, നിന്റെ സമൂഹത്തിൽ നിന്നും 1,00,000 പേരെ ഞാൻ അദാബ് ഇറക്കുകയാണ്. നിന്റെ സമൂഹത്തിൽ നിന്നും 1,00,000 പേരുടെ മേൽ ഞാൻ അദാബ് ഇറക്കുകയാണ്. അതിൽ 40,000 പേർ
നല്ലവരാണ്, ഇബാദത്തുള്ളവരാണ്, സ്വാലിഹീങ്ങളാണ്. അതിൽ 60,000 പേർ മോശക്കാരാണ്. പക്ഷെ ഞാൻ അദാബ് ഇറക്കുമ്പോൾ മോശക്കാരായ 60,000 മേൽ മാത്രമല്ല ഇറക്കുന്നത്, 40,000 പങ്കു ചേർത്ത് 1,00,000 പേരെ നശിപ്പിക്കുകയാണ്. നബി തിരിച്ചു ചോദിച്ചു, അല്ലാഹ് എന്തിനാണ് നല്ലവരായ 40,000 പേരുണ്ടല്ലോ, അവരെന്തിനാ മുസീബ അദാബ് ഇറക്കുന്നത്? അല്ലാഹു തആല പറഞ്ഞു, യൂഷ, ഇത്രയും വലിയ സമൂഹം മോശത്തരത്തിലും തിന്മയിൽ കഴിഞ്ഞുകൂടിയിട്ട് അവരെ തടയാൻ ഇവർ തയ്യാറായില്ല. ആ തിന്മക്കെതിരെ മനസ്സിൽ അല്പം വിഷമോ വേദന ഉണ്ടായില്ല. അതുകൊണ്ട് അദാബ് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇറങ്ങും. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിവാഹത്തിലെ അനാവശ്യമായ ഇസ്ലാമിനെതിരായ പ്രവർത്തനങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നടക്കുമ്പോൾ കുടുംബത്തിൽപ്പെട്ട വാപ്പക്കും അല്ലെങ്കിൽ സഹോദരന്മാർക്കും തടയാൻ കഴിവുണ്ടായിട്ടും, ഇത് പാടില്ല എന്ന് പറയാൻ കഴിവുണ്ടായിട്ടും പറഞ്ഞില്ല എങ്കിൽ അള്ളാഹു ഇറക്കുന്ന അദാബിൽ എല്ലാവരും ഒരുപോലെ പങ്കാളികളാകും. 2, അങ്ങനെയുള്ള വിവാഹങ്ങൾ നാം സ്വയം ഒഴിഞ്ഞു മാറണം. മഹലിലുള്ളവർ മഹലിൽ ഉത്തരവാദിത്തപ്പെട്ട ഒഴിഞ്ഞു മാറണം. ഇന്ന് ബിസ്മിയും ഫാത്തിഹയും മോദി ഉസ്താദരക്കം തുടങ്ങിക്കൊടുക്കുകയാണ് എല്ലാ മോശത്തരവും. നാം മാറേണ്ട സ്ഥലത്ത് മാറുക തന്നെ ചെയ്യണം, ഒഴിഞ്ഞു മാറണം. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം നടന്നു പോകുമ്പോൾ സംഗീതത്തിന്റെ സദസ്സ് കണ്ടു. സംഗീതത്തിന്റെ സദസ്സ് കണ്ടപ്പോൾ അദ്ദേഹം തലയിൽ തുണിയിട്ട് വേഗത്തിൽ അദ്ദേഹം ഓടിപ്പോയി അള്ളാഹുവിന്റെ ലഅനത്തിറങ്ങുന്ന സ്ഥലമാണെന്ന് പറയുകയും അദ്ദേഹം ആ സ്ഥലത്ത് വേഗത്തിൽ കടന്നു പോവുകയും ചെയ്തു. ഇത് നാം പോയി സ്പീഷ്യമായി ഭക്ഷണം കഴിച്ച് പങ്കുചേരുകയാണ്. അങ്ങനെയുള്ള അനാവശ്യങ്ങൾ നടക്കുന്ന വിവാഹങ്ങളെ ഒഴിവാക്കണം. അള്ളാഹുവിന് വേണ്ടി നാം ഒഴിവാക്കണം, അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കണം. അവിടെ ബന്ധങ്ങളല്ല നോക്കേണ്ടത്, അള്ളാഹുവിന്റെ തൃപ്തിയാണ് നോക്കേണ്ടത്. ഇങ്ങനെ ഇന്ന് നടക്കുന്ന വിവാഹങ്ങളെ നാം സുന്നത്തിലേക്ക്, ദീനിലേക്ക് മടക്കി കൊണ്ടുവന്നില്ല എങ്കിൽ വലിയ മുസീബത്തും അദാബും ഈ ഉമ്മത്തിന് മേൽ ഇറങ്ങുന്നതാണ്. എത്രയോ സമ്പത്താണ് ദൂർത്തടിക്കുന്നത്, എന്തെല്ലാം പുതിയ പുതിയ ആചാരങ്ങളുടെ പേരിൽ എത്ര സമ്പത്താണ് അനാവശ്യമായി ചിലവാക്കുന്നത്. അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. ഇതിനെല്ലാം ഈ താന്തോന്യവാസത്തിന് കൂട്ടു നിൽക്കുന്ന വാപ്പമാർ ചിന്തിക്കുന്നില്ലേ? നാളെ അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. നാളെ ഹബീബായ തങ്ങളുടെ മുഖത്തേക്ക് എങ്ങനെ നോക്കും? പട്ടിണി കിടന്ന് ഈ ഉമ്മത്തിനെ അവസ്ഥയിലാക്കിയ ആ ഹബീബായ തങ്ങളുടെ മുഖത്തേക്ക് ഇങ്ങനെ സമ്പത്ത് ദൂർത്തടിച്ചാൽ എങ്ങനെ ഹബീബായ തങ്ങളുടെ മുഖത്തേക്ക് നോക്കൂ? നാം ചിന്തിച്ചു നോക്കി. വിവാഹത്തിന്റെ പേരിൽ സമ്പത്ത് ദൂർത്തടിക്കുന്നവർ ചിന്തിച്ചു നോക്കി. നിങ്ങളുടെ സമീപത്ത് എത്രയോ പാവങ്ങളായ പെൺകുട്ടികൾ ജീവിക്കുന്നുണ്ട്, എത്രയോ പെൺകുട്ടികൾ ജീവിക്കുന്നുണ്ട്, വിങ്ങിപ്പൊട്ടി എത്രയോ പെൺകുട്ടികൾ ജീവിക്കുന്നുണ്ട്. ചിലർ അവരുടെ വാപ്പമാർ നിത്യ രോഗികളായി കിടപ്പിലാണ്, അവർക്ക് സ്വന്തം വിവാഹത്തെക്കുറിച്ച് പ്രതീക്ഷ പോലുമില്ല. എത്രയോ പെൺകുട്ടികൾ വാപ്പമാർ മരിച്ചുപോയി യതീമീങ്ങളാണ്, അവർക്ക് സ്വന്തം വിവാഹത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷയുമില്ല. എത്രയോ പെൺകുട്ടികൾ അവരുടെ വാപ്പമാർ ക്യാൻസർ പോലെ വലിയ രോഗത്തിന് അടിമകളായി അവരുടെ ജീവിതത്തിൽ വിവാഹത്തെക്കുറിച്ച് പ്രതീക്ഷയില്ലാതെ കഴിയുന്ന എത്രയോ പെൺകുട്ടികൾ നമ്മുടെ സമീപത്ത് കഴിഞ്ഞുകൂടുമ്പോഴാണ് ഇങ്ങനെ ആർഭാടം കാണിക്കുന്നത്. അവരുടെ കണ്ണുനീർ ചാടുന്നുണ്ടാകും. ഒന്ന് നമ്മുടെ വിവാഹത്തിലെ ഹറാമെന്ന് ഒഴിവാക്കിയാൽ മതി, എത്രയോ പെൺകുട്ടികൾ വിവാഹം കഴിച്ച് പറഞ്ഞയക്കാൻ സാധിക്കും. നമ്മുടെ വിവാഹത്തിൽ അനാവശ്യമായ എത്രയോ ചെലവുകൾ കുറിച്ചാൽ എത്ര ഇങ്ങനത്തെ പെൺകുട്ടികൾ വിവാഹം കഴിച്ച് പറഞ്ഞയക്കാൻ സാധിക്കും. അതുകൊണ്ട് നാം ഉണരേണ്ട സമയമായി, മുസ്ലിം ഉമ്മത്തിനെ ഉണർത്തേണ്ട സമയമായി. അള്ളാഹുവിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും നമ്മുടെ അമലുകളെ വിവിധങ്ങളുടെ സുന്നത്തിലേക്ക് മടക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.